നമ്മുടെ മീൻ സിലോപ്പി കിട്ടിയേ. നമ്മുടെ ക്യാമ്പ് ഫയറിന്റെ ഇടയ്ക്ക് മഴ പെയ്തു. ഹായ്, 1 2 3 ബ്ലോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി സ്ഥലത്താ, പഴയ സ്ഥലത്ത് തന്നെ. ഇന്ന് നമ്മൾ അടിപൊളിയാക്കും. ഇന്നും വമ്പം മീൻപിടുത്തം കാഴ്ചവെക്കണം. ഇന്നും കിട്ടിയാൽ ഒരെണ്ണത്തിന് ഗ്രില്ലടിക്കണം അല്ലേ. പിന്നെ രാവിലെ കാപ്പി ഉണ്ടാക്കി ഒഴിക്കണം. കാപ്പി ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. 2 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് വേണം ഇന്ന് തകർക്കാൻ. അവിടെ ഒരു കിളി കിടന്ന് ഇങ്ങനെ വാലാട്ടി കാണിക്കും. വിട്ടു ഓടാന്നെങ്ങാണ്ട കിളി എങ്ങാണ്ട് പറയണേന്ന് തോന്നുന്നു. ഉണ്ടല്ലേ, ഒരു കറുത്ത കിളിയാ. എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നിഷ അവിടെ അങ്ങ് ടെന്റിന്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. കണ്ടോ അന്തരീക്ഷം കണ്ടോ, നല്ല വെയില്. ഈ മലയ്ക്ക് അങ്ങേ സൈഡിൽ വെയില് കണ്ടോ, ഒരു മഴക്കാറ് പോലും ഇല്ല. തൊട്ടാവാടിയുടെ ഇല പോലെ ഇരിക്കുന്നു, നല്ല ഭംഗി നിൽക്കുന്ന കാണാൻ. ഒരു മൗണ്ടന്റെ ആകൃതിയിൽ കണ്ടോ, അതെ കുറെ എണ്ണം ഇവിടെ നിൽക്കുന്നു. ഇല തൊട്ടൊക്കെ ഞാൻ നോക്കി, തൊട്ടാവാടിയല്ല. രാവിലെ നമ്മൾ പുറത്തേക്ക് എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്തൊക്കെ കാഴ്ചകളാണെന്നറിയോ. ചോദിക്കുക, ഒരു തേനീച്ച കിടന്ന് തലകുത്തി ഒന്ന് തേൻ കുടിക്കല. രാവിലെ തന്നെ അതുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഇറങ്ങി, ഞങ്ങളും ഇറങ്ങി. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ചുറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കണേ. കണ്ടോ, മുക്കോന്മാരായിട്ടുള്ള കിളികളാ പറന്നു പോകുന്ന. നീർക്കാക്ക ഉമ്മാരാണ് നമ്മുടെ മീനെ മുഴുവൻ പിടിച്ച് തിന്നുന്നത്. കണ്ടോ, ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ വെള്ളത്തിൽ നിന്ന് പറന്ന് മുങ്ങിയതാ. ആറ് മുക്കോന്മാരാ പറന്നു പോണേ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉണ്ടല്ലോ, പണ്ട് കാലത്ത് സ്ലേറ്റ് വായിക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചെടിയാ ഈ പൂത്തു നിൽക്കുന്നത്. ഇതിൻ്റെ തണ്ടൊടിച്ച് സ്ലേറ്റ് വായിക്കാൻ കൊണ്ടുപോകായിരുന്നു. കണ്ടോ, ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഐറ്റം സാധനം. കൊള്ളാട്ടോ, നല്ല ഭംഗിയാണ്. ഇത് വെച്ച് പിടിപ്പിച്ചെടുത്താൽ അടിപൊളി ഭംഗിയുള്ള ഒരു ഐറ്റം കിട്ടും. ഈ കാണുന്ന ആ കല്ല് കണ്ടോ, ആ കല്ലിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ വലിയ മീനുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഇഷ്ടം പോലെ മീനുകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മീൻ കിട്ടുമെന്ന്. രാത്രിക്കും പകലും എല്ലാം ട്രൈ ചെയ്യും. നിഷ രാവിലെ കാപ്പി ഉണ്ടാക്കാനുള്ള പ്ലാനിലും പദ്ധതിയിലുമാണ്. വെയിലായി, രാവിലെ ഇളവെയിൽ. വെയിൽ കൊള്ളുന്ന വിറ്റാമിൻ എന്തോ ഒരു വിറ്റാമിനാന്നാ പറയണേ. എന്നാ വിറ്റാമിൻ ഡി. അതെ, എന്നാ കാപ്പിക്ക് ഉണ്ടാക്കുന്നേ എന്നാ? ആണോ? ആഹാ, കൊള്ളാലോ. ഇത്തിരി ശർക്കരയും തേങ്ങയും ഇങ്ങോട്ട് വെച്ച് തന്നെ കഴിക്കാത്ത ഇന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഉണ്ട ഉണ്ടാക്കല്, അട ഉണ്ടാക്കല്, അവല് നനച്ചല്, ശർക്കര തേങ്ങ ചേർന്നിക്കോ. ഒരു കൈ അവിടെ ഉണ്ട്. അതൊക്കെ ചെറുപ്പകാലത്ത് തിന്ന് പഠിച്ചതാ. ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ കാപ്പിപ്പൊടി ഇതാണ് കേട്ടോ. ആഹാ, കണ്ടാ
ഞങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത്, അല്ലേ? അതെ. ചൂടാ. വെയിൽ താന്നപ്പോൾ ഞങ്ങളിതേ ചൂണ്ടയിടാൻ വേണ്ടി പയ്യെ ഇറങ്ങി. അല്ലേ നിഷ? ഇന്ന് നിഷ ചൂണ്ടക്കാരിയാണ്, ചൂണ്ടക്കാരി. അതെ. ഇപ്പൊ പുതിയ സ്ഥലത്തല്ലേ നിഷ ചൂണ്ടയിടാൻ പോണേ? ഇന്ന് പുതിയ സ്ഥലം. ഓരോ പാറക്കല്ലുകൾ ചാടി ചാടി പോണം. നമ്മളിന്ന് വേറൊരു സ്ഥലത്താണ് ചൂണ്ടിടാൻ വന്നത്. മീൻ കിട്ടുമെന്ന് നോക്കട്ടെ. പുതിയ സ്ഥലത്ത് വെയിലുണ്ട്, മഴയുടെ ഒരു ലക്ഷണം പോലും കാണുന്നില്ല കേട്ടോ, അല്ലേ ഇച്ചേ? നോക്കിക്കേ ഈ പുതിയ സ്ഥലം. വല വീശും എന്തായാലും. ചൂണ്ട നമുക്കൊരു ഇഷ്ടമായതുകൊണ്ട് ഇറങ്ങു, പിന്നെ വൈകുന്നേരം വലയും വീശും. പുതിയ സ്ഥലത്തെത്തിയേ, പുതിയ സ്ഥലത്ത് വന്ന് ചൂണ്ടിടുക. ഉണ്ടോന്നറിയത്തില്ല. നമ്മൾ പുഴയുടെ ഇങ്ങ് സൈഡ് വരെ വന്നു. നല്ല രസമുണ്ട് അടുത്ത് വന്നപ്പോൾ കാണാൻ. ഓടി നടന്ന് മേടിക്കുമ്പോഴത്താം ഈ പട്ടാ പകൽ വന്നാൽ മീൻ കിട്ടുമോ? അതിന് കടവ് കണ്ടുപിടിക്കാനാന്നും പറഞ്ഞ ഈ ഭയങ്കര വെയിലത്ത് വന്ന് നിൽക്കുവാണ്. ഇങ്ങ് നോക്കിക്കേ, ഈ കേട്ടാ അയ്യോ മീൻ കൊത്തുന്നുണ്ടെന്ന് പറഞ്ഞേ. ഓ കിട്ടി. വാഴക്ക വരച്ചിയോ? എന്റെ പൊന്ന്, ഇച്ചിരി ഉള്ളു, കാണാൻ പോലും ഇല്ല. അതിന് അയച്ചുവിട. പോയി ചെറിയ മീനൊന്നുമില്ലെന്നേ. നമ്മള് അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് വന്നിരുന്നു. വലിയ മീനുകൾ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അവിടെ ഇരുന്ന് ചൂണ്ടിടുക. പരീക്ഷണം. ഒരു മീനൊക്കെ ഇട്ടേ എൻ്റെ പൊന്നെ. വലിയ വള്ളത്തിയാണേ. ഞാൻ ഇക്കരെ ഒരു കല്ലേലാണ് നിൽക്കണേ. എനിക്ക് അതുകൊണ്ടാട്ടോ ഇത്രയും ദൂരെ നിന്ന് കാണിക്കണേ.
ആ അതെ രണ്ടാമത്തേത്. ഒന്ന് കിട്ടിയ പിന്നെ അടുപ്പിച്ച് കിട്ടും അല്ലേ? ആ അതൊരു മുഴുത്ത പരല. വെളിഞ്ഞിലാ? ആ കുഞ്ഞു പള്ളത്തികളുണ്ടല്ലോ, തീറ്റ തിന്നിട്ട് പോവുക. അമ്മാര് സൈഡിൽ കൂടെ നടന്ന് തിന്നിട്ടങ്ങ് പോവും. സിലോപ്പി കിട്ടിയേ, അത് എടുക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പുറ സൈഡിലിരിക്കണേ, ഇച്ചൊരു പാറയുടെ അപ്പുറമായിരുന്നു. മുഴുത്തതല്ലേ? ഒന്ന് വീശി നോക്കാൻ പോവുകയാണ്. അത്രയും ദൂരെയാണ് മനസ്സിലാണ്. അതിലേ വലിയ മീൻ നടപ്പുണ്ടായിരുന്നേ, അതുകൊണ്ട് വീശി നോക്കണതാണേ. കിട്ടുമോയെന്നറിയത്തില്ല. കുറേ വലിയ മീൻ നടപ്പുണ്ടായിരുന്നേ, ഒന്നും കാണുന്നില്ല. കിട്ടില്ല അല്ലേ? ആ കിട്ടൂല. നമ്മൾ പരീക്ഷണം ചെയ്തതാ. കുറേ ഉണ്ടായിരുന്നു. കുറേ വെല്ലുമീനെ കണ്ടു, വീശിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്ത് നോക്കുക, രാത്രിയിൽ വല്ലതും കിട്ടുമോയെന്നറിയാം. നമ്മൾ രാത്രിയിലുള്ള ക്യാമ്പ് ഫയറിനുള്ള സംവിധാനം വിറകുകളെല്ലാം കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. സന്ധ്യ മയങ്ങി തുടങ്ങി കേട്ടോ. നമ്മൾ ചൂണ്ടയിട്ടിട്ട് വൻ പരാജയമായിരുന്നു. വൻ പരാജയം എന്ന് പറഞ്ഞാൽ ഒരു സിലോപ്പിയും ഒരു പള്ളത്തിൽ മാത്രമേ കിട്ടിയുള്ളൂ. ഇനി നമ്മൾ വല വീശി മീൻ പിടിക്കും, ഇല്ലേ നിഷേ? മീൻ പിടിച്ചാലേ വൈകിട്ട് തന്നെ കറിയുള്ളൂ. അതെ, മീൻ കിട്ടണ അനുസരിച്ച് വേണം വൈകിട്ട് തന്നെ ഉണ്ടാക്കണേന്ന് തീരുമാനിക്കാൻ. മീൻ പിടിക്കാം. സന്ധ്യ ആവുന്നേ ഉള്ളൂ. അന്നേരം ഒന്ന് വീശി നോക്കാൻ പോവുകയാണേ. പുതിയ കടവാണ്. പരീക്ഷണം പള്ളത്തികളുണ്ട്. ഇന്ന് സ്വതവേ മീൻ കുറവാട്ടോ കിട്ടുന്നേ. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് മീനൊക്കെ ഒളിച്ചു പോയി തണുപ്പുള്ളിടത്തേക്ക്. പകല് മുഴുത്ത മീനെ കണ്ടതുവാ, ഒത്തിരി എണ്ണത്തെ. രാത്രി ചിലപ്പം കിട്ടുമായിരിക്കും. ഇന്നലെ നമുക്ക് രാത്രി കിട്ടിയില്ലായിരുന്നോ? ചുമ്മാ ഒന്ന് വീശ് ചെയ്താ, തീറ്റയൊന്നും ഇടാതെ. അന്നേരം ഒരു സിലോപ്പീനെ കിട്ടി. ആ അതെ, വലിയൊരു സിലോപ്പിയാണേ. വെറുതെ ഒന്ന് വീശി നോക്കിയതാ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന നിഷ എന്തൊക്കെയോ പരിപാടിയാ. ഇനി വേണം ഒന്നും കൂടെ വീശാൻ പോകാൻ. ഞങ്ങൾ ഒരു റൗണ്ട് വീശി വന്നു, കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ രാത്രിയിലേക്ക് കറി വെക്കാനുള്ളത് ഒപ്പിക്കണം, ഇല്ലേ നിഷേ? അപ്പോൾ പോയിട്ട് വന്നാലാ?
ഈ ഞണ്ട് ആ സിലോപ്പി ഉണ്ട് കേട്ടോ. ഇതേ വലിയ സിലോപ്പി ഉണ്ട്, ഞണ്ടും ഉണ്ട്. ഇത് സിലോപ്പി ഇതേ മീന് ഞണ്ടുണ്ട്. ആ കണ്ടോ. ഞണ്ട് ഇഷ്ടംപോലെ ഞണ്ട് ഉണ്ട്. കണ്ടോ, നമ്മൾ ഈ പ്രാവശ്യം ഞണ്ട് എടുത്തില്ല കേട്ടോ. ആ പള്ളത്തികളുണ്ട്, 3-4 പള്ളത്തികളും സിലോപ്പിയൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് ആകെ കിട്ടിയ മീൻ. ഒരു കറിക്കുള്ളത് തപ്പി പിടിച്ച ഒപ്പിക്കുക ഇത് ഉള്ള രാജ്യം മുഴുവൻ നടന്ന്. ഇന്ന് പിന്നെ ഒരു വെറൈറ്റി മീനുണ്ട് കേട്ടോ. ഇത് കല്ലേമുട്ടി എന്ന് പറയും ഇതിൻ്റെ പേര്. ഇവിടെ ഒരെണ്ണം കിട്ടുള്ളൂ. ഇത് സാധാരണ ഒരുപാട് കിട്ടേണ്ടതാണ്. മീൻ തേക്കലാണ്. നല്ല സിലോപ്പി. ഞങ്ങൾ മീൻവെട്ടും കഴിഞ്ഞ് വയ്യ വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് കേട്ടാ. അതേ മുകളിലാണ് വീടിരിക്കുന്നത്, ടെൻ്റ്. ഇവിടെ നിന്ന് കാണത്തില്ല. കണ്ടോ, നല്ല ക്ലീനായിട്ട് വെട്ടി അടിപൊളിയാക്കിയിട്ട്. ഞങ്ങൾ മീൻവെട്ടൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴാണ് മനസ്സിലായ രാത്രിയിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ വെള്ളമില്ല. വെള്ളം എടുക്കാൻ വന്നേക്കുക ഇപ്പം അത് രാത്രിക്ക്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കുക്കിംഗ് ആരംഭിച്ചു അല്ലേ അനുഷേ? രാത്രിയിലേക്കുള്ള ഭക്ഷണം ഇവിടുന്ന് റെഡിയാക്കുന്നു. താഴെ നമ്മൾ ക്യാമ്പ് ഫയർ ഇടുന്നു. ക്യാമ്പ് ഫയർ ഇട്ട് അവിടെ നമ്മൾ തകർക്കുന്നു. മഴയൊന്നുമില്ല, ആകാശത്ത് ചന്ദ്രൻ ഇങ്ങനെ തെളിഞ്ഞു വെപ്പുണ്ട്. കണ്ടോ, ഇത് ടെൻ്റെ നേരെ മേളിൽ ചന്ദ്രൻ. നല്ല അടിപൊളി വെളിച്ചം. രാത്രിയിലേക്കുള്ള ഭക്ഷണം ഇന്ന് ചോറാട്ടോ. ചോറാണ് ചോറിട്ട് തിളച്ചു വരുന്നു. അതെ, അത് മതി, നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. ഇന്ന് ഈ താഴെ കാണുന്ന കുഞ്ഞു മീനുകളെ മുഴുവൻ ഞങ്ങൾ പീര വയ്ക്കുന്നു, മീൻ പീര. പിന്നെ ദേ ഈ വലിയ മീനുകളുണ്ടല്ലോ, അതിന് വെച്ച് ഇന്നൊരു അംഗമുണ്ട്. അതിനിതേ നിഷ മസാലയൊക്കെ പുരട്ടി വെക്കുന്നു അല്ലേ? ഇന്ന് അത് വെച്ചൊരംഗം കാഴ്ചയങ്ങ് വയ്ക്കുന്നു. മീനിനെ മസാല പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇതേ മീൻ പീരയ്ക്കുള്ള ഐറ്റങ്ങളാണ്. ഇതേ ഇത്രേ ഉള്ളൂ. അതിൽ ഇലയൊക്കെ ഉണങ്ങി, എന്നാ കറിവേപ്പില ഉണങ്ങിയെങ്കിലും നല്ല സ്മെല്ലും മണമുള്ള കറിവേപ്പില കേട്ടോ. പൊട്ടിത്തെറിക്കുന്ന ഐറ്റം കടുക്. ഇന്ന് ഞാൻ കടുകൊക്കെ താളിച്ചാട്ടോ പീര വെക്കണേ, അതുകൊണ്ടാണേ. മീൻ പീരയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് വഴറ്റുന്നു. പാകമായ മസാലക്കൂട്ടിൻ്റെ അകത്തേക്ക് ഇതേ കുരുകുരാഞ്ഞുറുക്കിയ തോരൻ രീതി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ശരിക്കും പീരയാണെങ്കിൽ ഇങ്ങനെ വഴറ്റൊന്നും വേണ്ടേ, ഇനി ഞാൻ വേറെ രീതി വെക്കണതാ. തേങ്ങ
അപ്പോൾ ഇന്ന് വെറൈറ്റി കറി കൂട്ടാം. തോരൻ രീതിയിൽ മീൻതോരൻ. പുളിവെള്ളം, പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ. ഇന്നത്തെ മീൻപീര അങ്ങനെ റെഡിയായി. ഇന്നത്തെ കറി നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. ഇനി ഒരു 4 മീനിനെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അവനെ പിടിച്ച് വേറൊരു ഐറ്റം ഉണ്ടാക്കണം. ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഒരു അടിപൊളി ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്യുന്നു. ആ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നതിന് വേറൊരു കാരണമുണ്ട്. നമുക്ക് മീനെ ഗ്രില്ലടിക്കുന്ന പോലെ ആക്കിയെടുക്കണം. മീനെ കമ്പേ കോർത്ത് ചൂടണം. അതിനും വേണ്ടിയുടെ വേണ്ടിയാണ്. അപ്പൊ തീ കൊളുത്തു കേട്ടാ. ഐശ്വര്യമായി തീ കൊളുത്തി. ഞാൻ കൊളുത്തിയ തീ ഇതുവരെ കെട്ടിട്ട് കെടാൻ സാധ്യതയില്ല. മഴയില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടത്താം. പക്ഷെ തണുപ്പുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ കൂടെ മഴയുണ്ടോന്നേ? ഞങ്ങളുടെ നാട്ടിൽ ഇന്നലെ മിനിഞ്ഞാന്നൊന്ന് തൂളിപ്പോയി. ഇന്നലെ ഇന്നും ഒരു തരി മഴയില്ലായിരുന്നു. അങ്ങനെ ക്യാമ്പ് ഫയർ സെറ്റ്. ഇനി നമുക്ക് ഇത് കണ്ടോ, മുക്കാലി പോലെ 2 സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം ദേ ഇവിടെ വയ്ക്കുന്നു, ഒരെണ്ണം ദേ ഇവിടെ വയ്ക്കുന്നു. ഈ കമ്പയില് മീനെ കുറക്കുന്നു, ചുടുന്നു. ടെടേ ടെടേ. കയറി ഇരിക്കണ സിയോപ്പി അങ്ങോട്ട്. നാല് മീനെ ഭംഗിയായിട്ട് കമ്പ കോർത്തിട്ടുണ്ട്. അതേ വയ്ക്കാൻ പോകണേ. സെറ്റ് അടിപൊളിയായില്ലേ? ഇനി അവൻ അവിടെ ഇരുന്ന് അങ്ങ് വേഗട്ടെ. നമ്മുടെ മീൻ കണ്ടോ വെന്ത് വരുന്ന ചിക്കനേല്, കണ്ടോ വെന്ത് വരുന്ന മീനേല് ലേശ എണ്ണ പുരട്ടി കൊടുക്കുക. അപ്പോൾ എണ്ണ പുരട്ടി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ വരും അല്ലേ? നമ്മൾ മസാലക്കൂട്ടിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കും. ഞാൻ ഇപ്പം നിപ്പിലുണ്ടാക്കിയ ബ്രഷ് വെച്ചാ നിഷ തേക്കുന്നത്. മറ്റേ ബ്രഷ് പോയി. ഇത് കാണിച്ച്, ഇത് 3 പുല്ലിൻ്റെ പുല്ല് പറിച്ച് ഒപ്പിച്ചെടുത്തു. നിഷ ഇരുന്ന് എണ്ണ തേക്കുവാണ്. എണ്ണ തേച്ച് കൊടുക്കുക. കഴിഞ്ഞ ദിവസം മീൻ ചുട്ടതിൻ്റെ ടേസ്റ്റ് പിടിച്ചുപോയി അല്ലേ? ചെറുതായിട്ട് മഴ തോളുന്നുണ്ട്. എല്ലാം ചീറ്റി പോവുമെന്ന് അറിയത്തില്ലാത്ത. അടിപൊളിയായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ.
നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ ഇടയ്ക്ക് ഇതേ മഴ പെയ്തു, ആകെ കുളമായി. നിഷ കുടയൊക്കെ ചൂടി പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഒരു മീൻ അടർന്നു ചാടി, അത് നന്നായിട്ട് കുക്കായി കേട്ടോ. ഇനി എടുത്തോ നിഷ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. പതുക്കെ എടുക്കണേ. ആ, പ്ലേറ്റിലേക്ക് മാറ്റിക്കോ. അവിടെ വെച്ചോ, അതൊക്കെ അങ്ങ് വെച്ചോ. കഴിക്കാനുള്ള ഭക്ഷണമാണ് ചോറ്, മീൻ, മീൻപീര. ഊരി എടുക്കുന്നുണ്ടോ നിഷ? ആ ഉവ്വ. നല്ല സൂപ്പറായിട്ടോ, ചുട്ടെടുത്ത മീനും മീൻപീരയും ഇതും കൂടെ കൂട്ടി ഒരു കഴിക്കൽ ഞങ്ങളങ്ങ് തുടങ്ങട്ടെ കേട്ടാ. ഉച്ചയ്ക്ക് ഞങ്ങൾ വെജാട്ടാ കഴിച്ചത്, അതുകൊണ്ടാണ് വൈകുന്നേരം വെജ് ഇല്ലാത്തത്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞങ്ങൾ കാണിച്ചില്ല എന്ന് തോന്നുന്നു. ആ, കാണിച്ചില്ല കേട്ടോ, ഇടയ്ക്ക് കാണിക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അല്ലേ. ആദ്യം മീൻപീര ടെസ്റ്റ് ചെയ്തു. പുതിയ രീതി. മീൻപീര അടിപൊളി കേട്ടോ. ആദ്യം മീൻപീര കഴിക്കട്ടെ. നീ അഭിപ്രായം പറഞ്ഞില്ലല്ലോ, മറ്റേ മീനെടുത്തല്ലോ നീ. അതെങ്ങനെയുണ്ട്? എണ്ണ കുറച്ച് മതിയേ, ഇങ്ങനെ ഉണ്ടാക്കണം. ഗ്രില്ലൊക്കെ ചെയ്യുമ്പോഴും വരുമ്പോഴൊക്കെ ഇനി ഞാൻ ഗ്രില്ലടിച്ച മീൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എൻ്റെ ദൈവമേ, ഇത് വീട്ടിൻ്റെ അകത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രുചി കിട്ടില്ല കേട്ടോ. എന്നാ അതിൻ്റെ ട്രിക്കൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല. ഓ, ഇത് അപാര ടേസ്റ്റാണ്. നമ്മൾ പുറത്ത് വന്നിരുന്ന് എന്ത് ഭക്ഷണം പാചകം ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ്. നല്ലതല്ലേ? വീട്ടിൽ ചെന്നാലും ഞാൻ ഈ ചൂന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. എണ്ണ കുറച്ച് മതി. ചുട്ടെടുത്താ മതി. എണ്ണ കുറച്ച് ഗ്രില്ലടിക്കാലോ, എണ്ണ കുറച്ച് മതി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പാതിരാത്രിയായി, എന്നാലും ഇവിടുന്ന് ഈ തീയുടെ ചോട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല. ആ ടെൻറ്റിനകത്ത് കയറിയാലും നല്ല ചൂടാണ്. പിന്നെ നല്ല മഴക്കാറ് കയറി വരുന്നുണ്ട്. ആദ്യം ഒന്ന് തൂളി ഇല്ലേ? അന്നേരം പോയി. ഞാൻ ഓർത്ത് മീൻ കുളം ആയോന്ന് ഓർത്തു, പക്ഷെ നമ്മൾ റെഡിയാക്കി എടുത്തു. മഴ പോയി. അപ്പോൾ ഇനി കുറച്ച് പേർക്ക് ഒരു ഹായ് പറയുന്നുണ്ട്. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, അത് സ്കിപ്പ് ചെയ്യണമെന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ എപ്പോഴും ഞങ്ങൾ 2 പാർട്ട് മുൻപേ ഷൂട്ട് ചെയ്ത് പോകുന്നത്. അതായത് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി 2 വീഡിയോ ഷൂട്ട് കഴിഞ്ഞത് ഇരിപ്പുണ്ട്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആണ് ഹായ് പറയാൻ തലേ വീഡിയോയിൽ ഹായ് പിറ്റേ വീഡിയോയിൽ പറയാൻ പറ്റാതെ വരുന്നത്. 2 വീഡിയോ മുൻപേ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. ഇനി നമ്മൾ വായിക്കും. അതെ, ഇനി കുറച്ച് പേർക്കുള്ളൂ കേട്ടോ. 28-ാം തീയതി ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന പാർക്കുട്ടി
പാർക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. പാർക്കുട്ടിക്ക് ബർത്ത്ഡേ പറയാൻ ഭാഗ്യാഞ്ചി പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ 3 കുഞ്ഞുവാവകള് അവരെ ഞങ്ങളൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുന്നൂസ്, ലെനു, തമ്പു. അതന്നെ. ഹായ് മക്കളെ. ഷെമ്മി, റസിയ, ഫാത്തിമ, റെയ്ഹാൻ, ട്രിവാൻഡ്രം നാലാഞ്ചിറ, കുഞ്ഞുമോൻ ഇവാൻ കുട്ടൻ, തിരുവില്ലാമല ചന്ദ്രന്റെ അമ്മാവന്റെ മക്കളായ ബാബുരാജ്, ജയൻ, സജയൻ, ശോഭന, ഇന്ദിര, സുഷമ്മ, ജയ്മോൾ, ബിജിമോൾ. അത്ര ഒരു ഫാമിലിയാ. നിതീഷ്, ദീപ്തി, നിഖിൽ, നിരഞ്ജൻ, കർണാടക. ഷൈനി ജോസ്, പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സലീമിനും കൂട്ടുകാർക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. റിനു പുനലൂർ, കുഞ്ഞുമോൻ കുവൈറ്റ്, സൈഫുന്നീസ കോട്ടക്കൽ, കിച്ചു അച്ചു, അജിത കെ, റിജു അങ്കമാലി, മിഫ്സൽ, നിമേഷ്, അക്ഷിത കണ്ണൂർ, ഗിരീഷ്, ആയിഷ, ശ്യാം നായർ, ഉഷ കനകപ്പാലം. പിന്നുള്ളൊരു പ്രത്യേകതയാണ് ഷിനു, വൈഫും ഷിനു, ഹസ്ബൻഡ് ഷിനു. അവിടെ ചേട്ടൻ പറയുന്ന ആൾക്കാർ റെക്കോർഡ് കൊടുക്കണമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ തങ്കം, മോൻ അർജുൻ. അവർക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. 2 പേർക്ക് സെയിം പേര്. ഹായ്. അപ്പൊ എല്ലാവർക്കും ബി ഹായ്. പേരേ ഉള്ളൂ. പിന്നെ ഇനി ഇത്തിരി നേരം കിടന്നുറങ്ങണം അല്ലേ? ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും പാതിരാത്രി ഇപ്പൊ തന്നെ സമയം എത്രയായി? ഇനിയിപ്പം ചില ഉറങ്ങുമ്പോഴത്തേന് എനിക്ക് എന്തെങ്കിലും സൗണ്ട് അല്ലെങ്കിൽ ചുമ്മാ പെട്ടെന്ന് നമ്മൾ വീട്ടിലല്ലാത്തപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ നമുക്കൊരു ബോധമുണ്ട്. ഇത് ചാടി എനിക്ക് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഉറങ്ങും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഓരോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വെച്ചാൽ അവിടെ കിടന്നുകൊണ്ട് വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പുറത്തിറങ്ങിയിരിക്കും. ഇപ്പം നന്നായിട്ട് വേർക്കാൻ തുടങ്ങി കേട്ടോ. ചൂടിൻ്റെ അടുത്തിരിക്കുന്നതാണ്. പക്ഷെ ഓൾറെഡി പുറത്ത് തണുപ്പുണ്ട്. തണുപ്പാണ്. ഇപ്പൊ നമ്മൾ തീരെ എടുത്തിരുന്നിട്ടാ. പിന്നെ രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേക്കണം. ആ സമയത്തും വീഡിയോ ഷൂട്ട് ചെയ്യും. അങ്ങനെ നല്ല പണിയുണ്ട്. വീഡിയോയ്ക്ക് വല്ല ദിവസമൊക്കെ ഉറക്കം കണക്കാ. വീഡിയോ ഇല്ലാത്ത ദിവസമാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. അപ്പം ഇനി ഉറക്കത്തിലേക്ക് എല്ലാവർക്കും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ. ഉറക്കം വന്ന് കണ്ണിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വയ്യെ ചാടി കയറി പെരക്കകത്തേക്ക് പോകുന്നു കേട്ടോ. പെരക്കകത്തല്ല, നമ്മുടെ ടെൻറ്റിൻ്റെ അകത്തേക്ക്. ഇതിപ്പോൾ നമ്മുടെ വീടാണല്ലോ, ഞങ്ങളുടെ വീടാണല്ലോ ഇല്ലേടി. ഇപ്പോൾ നമ്മുടെ സ്വന്തം വീടായിട്ട് മാറി. എവിടെ കൊണ്ടുവച്ചാലും നമ്മുടെ സ്വന്തം വീടായി. ഇപ്പോൾ ടെൻറ്റിനോടും ഭയങ്കര ഒരു അടുപ്പമായി. ഓക്കെ. ഞങ്ങളങ്ങനെ ടെൻറ്റിൻ്റെ അകത്തെത്തി. ഇനി കുറച്ച് നേരം കിടന്നുറങ്ങണം. അത് കഴിഞ്ഞ് നേരം വെളുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പും ചെയ്യണം. അതെ, ഹൈപ്പൊക്കെ ഇഷ്ടം പോലെ കൊടുത്തു. കൂടുതൽ പേരിലേക്ക് എത്തട്ടെ അല്ലേ? അപ്പോൾ ഓക്കെ, ടീക്ക, നാളെ രാവിലെ കാണാം.
നിഷേ എന്തോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നേരം വെളുത്തത് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞില്ല. നല്ല ഉറക്കമായിരുന്നു. നല്ല പോലെ നേരം വെളുത്തു. വെളുപ്പാങ്കാലത്ത് നല്ല മഴയായിരുന്നു കേട്ടോ, അത്യാവശ്യം. നിഷ രാവിലെ പല്ലൊക്കെ തേക്കാൻ വേണ്ടി ഇതേ ബ്രഷൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഞാനും പല്ല് തേച്ചിട്ട് വരട്ടെ. ഞാൻ പല്ല് തേക്കാൻ നമ്മുടെ കരിയാട്ടോ എടുക്കുന്നേ, കരിക്കഷ്ണം. അതുകൊണ്ടാന്ന് തോന്നുന്നു എൻ്റെ പല്ലിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. രാവിലെ സൂര്യൻ ഉദിച്ചിട്ട് വെയിലിൻ്റെ ചൂടോ എൻ്റെ അമ്മോ. നിഷ രാവിലെ തീയൊക്കെ പിടിപ്പിക്കുന്നുണ്ട് കട്ടൻ ചായ ഇടാൻ വേണ്ടി. രാവിലെ തന്നെ കട്ടൻ ചായയും ഒരു കപ്പ് കേക്കും. ഇന്നും മഴയില്ല കേട്ടോ, ഇന്നും വെയിലാണ്. ഇന്നും നമ്മളെ പറ്റിച്ചു. നല്ല മഴ പെയ്ത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. എന്തായാലും അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. മഴയുടെ കുറവ് മാത്രമാണ്. അതെ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ടൈപ്പും ചെയ്യുക. അപ്പോൾ ഓക്കെ, ടീക്കേ, പിന്നെ കാണാം.